കർണാടകയുടെ സാംസ്കാരിക തലസ്ഥാനമായ മൈസൂരിന് കൊട്ടാരങ്ങളുടെ നഗരമെന്ന് ഒരു വിളിപ്പേര് കൂടെയുണ്ട്. മൈസൂരിൽ എത്തിച്ചേരുന്ന ഏതൊരു സഞ്ചാരികളെയും അത്ഭുതപ്പെടുത്തുന്ന സുന്ദരമായ നിരവധി കൊട്ടാരങ്ങൾ തന്നെയാണ് മൈസൂരിലെ പ്രധാന ആകർഷണം. മൈസൂർ കൊട്ടാരം എന്നറിയപ്പെടുന്ന അംബാവിലാസ് പാലസ് ആണ് അതിൽ പ്രധാനപ്പെട്ടത്. വോഡയാർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഒരു കൊട്ടാരം ഇവിടെ നിർമ്മിക്കുന്നത്. എന്നാൽ ഇത് പിൽക്കാലത്ത് പലവട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയുമുണ്ടായി. നാം ഇന്നു കാണുന്ന കൊട്ടാരത്തിൻ്റെ നിർമ്മാണം 1897 ആരംഭിക്കുന്നത്. 1912 ഇതിൻ്റെ പണി പൂർത്തിയാവുകയും ചെയ്തു. ആയിരത്തി 1940-കളിൽ ഈ കൊട്ടാരം വീണ്ടും വിസ്തൃതമാക്കുകയുണ്ടായി. ഇന്തോർ സാർസനിക് എന്നറിയപ്പെടുന്ന വാസ്തുവിദ്യാശൈലിയാണ് മൈസൂർ കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിൽ അനുവർത്തിച്ചിരിക്കുന്നത്. ഹിന്ദു, രജപുത്ര, ഗോത്തിക്, ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ് ഇന്തോ സാർസനിക് വാസ്തുവിദ്യാശൈലി എന്നത്. മാർബിളിൽ തീർത്ത അർദ്ധകുംഭങ്ങളോടുകൂടിയ 3 നില മന്ദിരമാണ് ഈ കൊട്ടാരം. പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കൊട്ടാരം 1638-ലുണ്ടായ ഒരു ഇടിമിന്നലിൽ ഭാഗികമായി നശിക്കുകയായിരുന്നു. പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇത് പൂർണ്ണമായി പൊളിച്ച് പുതിയ കൊട്ടാരം ഇവിടെ പണിതു. പക്ഷേ 1897-ലുണ്ടായ ഒരു തീപിടുത്തത്തിൽ കൊട്ടാരം വീണ്ടും കത്തിനശിച്ചു. ആയിരത്തി 1912 പണി പൂർത്തിയായ കൊട്ടാരമാണ് ഇപ്പോഴിവിടെ ഉള്ളത്. ആയിരക്കണക്കിന് അടിമകളുടെ 15 വർഷത്തെ കഠിനാധ്വാനമാണ് ചരിത്രത്തിൽ ഇടം നേടിയ ഈ ആഡംബരം.
കൊട്ടാരത്തിനകത്ത് ക്ഷേത്രങ്ങളും നിലകൊള്ളുന്നു. മൈസൂർ കൊട്ടാര സമുച്ചയത്തിനകത്ത് ആകെ 12 ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും പഴക്കമേറിയത് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതും ഏറ്റവും പുതിയത് 1953 നിർമ്മിച്ചതുമാണ്. മാർബിൾ മിനാരങ്ങൾ, ചുറ്റും പൂന്തോട്ടം, 7 വലിയ ആർച്ചുകൾ, മധ്യത്തിലെ മനോഹരമായ പ്രതിമ, ദർബാർ ഹാളുകൾ, അംബാവിലാസ ഹാൾ, ജോൾസ് പവലിയൻ, കല്യാണ മണ്ഡപം, പാലസ് കോംപ്ലക്സിലെ 12 ക്ഷേത്രങ്ങൾ എന്നിങ്ങനെ വിശേഷപ്പെട്ട കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് മൈസൂർ കൊട്ടാരം. രാജകീയ വേഷങ്ങൾ, ആഭരണങ്ങൾ, രാജാക്കന്മാരുടെ ചിത്രങ്ങൾ എന്നിവയും സഞ്ചാരികൾക്ക് കാണാനായി പ്രദർശനത്തിന് ഇവിടെ വെച്ചിട്ടുണ്ട്. രാജാ രവിവർമ്മ, സിദ്ധലിംഗസ്വാമി, കെ വെങ്കടപ്പ എന്നിവരുടെ പെയിന്റിങ്ങുകൾ കൊട്ടാര ചുമരുകളിൽ കാണാം. ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം. പ്രതിവർഷം 27 ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. എല്ലാ വർഷവും ശരത്കാലത്ത് നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദി മൈസൂർ കൊട്ടാരമാണ്. താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് മൈസൂർ കൊട്ടാരം.